തൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഓഫീസർമാരുടെയും മുന്നിൽ വെച്ച് നടന്ന അപമാനം കണ്ടതും ബദ്രിക്ക് നിയന്ത്രണം വിട്ടു. ചുറ്റുമുള്ള പരിസരവും ആളുകളെയും മറന്നവൻ കടുത്ത ദേഷ്യത്തോടെ അച്ചുവിൻ്റെ അരികിലേക്ക് വന്നു. വാട്ട് ദ ഹെൽ, ബദ്രി ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചുവിൻ്റെ കണ്ണുകളിൽ നിന്നും ഭയത്തോടെ കണ്ണുനീർ പൊഴിയുന്നത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാരും കൂട്ടുകാരും ഇടപെട്ടു. ഇറ്റ്സ് ഓക്കെ ബദ്രി, ഡോണ്ട് വെറി, ഹീൽ സ്ലിപ്പായതല്ലേ, ലീവ് ഇറ്റ്, ഇറ്റ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്. എല്ലാവരും അവനെ സമാധാനിപ്പിച്ച് ഫുഡ് കഴിക്കാനായി ഡൈനിങ് ഏരിയയിലേക്ക് പോയി. എല്ലാവരും മാറിയതും തറയിലേക്ക് നോക്കി വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന അച്ചുവിന് നേരെ ബദ്രി അടുത്തു ചെന്നു. അച്ചുവിൻ്റെ കണ്ണുകൾ കടുത്ത അമർഷവും പുച്ഛവുമായിരുന്നു. ബദ്രിക്ക് ഒരു തരത്തിലുമുള്ള ദയയും അവളോട് തോന്നിയില്ല. അവൻ പല്ലിറുമ്മിക്കൊണ്ട് താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, നോൺസെൻസ്, നിനക്കെന്താടി കണ്ണു കണ്ടൂടെ? എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തു കൊണ്ടുവന്നത്? മിനിമം മാനേഴ്സ് ഇല്ലാത്ത സാധനങ്ങളെയാണല്ലോ എൻ്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചത്. അവൻ്റെ ഓരോ വാക്കും കേട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ പോലും കഴിയാതെ അവൾ തല താഴ്ത്തി നിന്നു. അത് ദൂരെ നിന്ന് മിയ കാണുന്നുണ്ടായിരുന്നു. അച്ചുവിന് വഴക്കു പറഞ്ഞത് കണ്ട് മിയയുടെ ഉള്ളിൽ അതിരറ്റ സന്തോഷം നിറഞ്ഞു. തൻ്റെ പദ്ധതി കൃത്യമായി വിജയിച്ചതിൻ്റെ അഹങ്കാരത്തോടെ അവൾ ദൂരെ ഒരു കോണിൽ നിന്ന് അത് ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ അച്ചു ആകട്ടെ സ്വന്തം വിഷമം പുറത്ത് കാണിക്കാനോ മാറി നിന്നൊന്ന് ഉറക്കെ കരയാനോ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഹോട്ടലിലെ ആൾക്കൂട്ടത്തിനിടയിൽ കരച്ചിലടക്കി പിടിച്ച് ചുണ്ടിൽ ഒരു പുഞ്ചിരി വരുത്തി അവൾ അവിടെ നിന്നും മാറി നിന്നു. ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന സങ്കടം കണ്ണുകളിൽ നീർത്തുള്ളികളായി നിറഞ്ഞു തുളുമ്പി. ഇതെല്ലാം ദൂരെ നിന്ന് അജു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ ഒരു കപ്പ് തണുത്ത ഐസ്ക്രീമുമായി അച്ചുവിൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു. അജു വളരെ ആശ്വാസത്തോടെ ഐസ്ക്രീം നീട്ടിക്കൊണ്ട് പറഞ്ഞു, അച്ചു, ഇതാ, ഇത് കഴിക്ക്. നിനക്ക് വല്ലാതെ വിഷമമായി എന്ന് എനിക്കറിയാം. അവനെക്കുറിച്ച് അറിയാലോ, അവനിങ്ങനെയൊക്കെയാ, പെട്ടെന്ന് ദേഷ്യം വരും. കാര്യാക്കണ്ട കേട്ടോ. അച്ചു കണ്ണീർ തുടക്കാൻ ശ്രമിച്ചുകൊണ്ട് വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, വേണ്ട അജുക്ക, എനിക്കൊന്നും വേണ്ട. പതറുന്ന ശബ്ദത്തിൽ അത്രയും പറയുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കവളിലൂടെ ഇറ്റു വീണു. അജുവിനും അവളെ കണ്ടു വിഷമം തോന്നി. നീ ഇതുവരെ ഫുഡ് കഴിച്ചില്ലല്ലോ, വാ നമുക്ക് പോയി കഴിക്കാം. ഏയ്, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വാ. അജു നിർബന്ധിച്ച് അച്ചുവിനെ കൈപിടിച്ച് ആൾക്കൂട്ടത്തിൽ നിന്നും മാറ്റി പതുക്കെ ഫുഡ് കഴിക്കുന്ന ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അജുവിൻ്റെ ആത്മാർത്ഥതയുള്ള പെരുമാറ്റം വളരെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെയും നല്ല സുഹൃത്തുക്കളാക്കി മാറ്റി. അച്ചുവിൻ്റെ വാടിയ മുഖത്ത് സന്തോഷം തിരിച്ചു കൊണ്ടുവരാൻ അജു ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർത്തത്. അവൻ വേഗം ഫോണെടുത്ത് തൻ്റെ ഭാര്യ ഷഹാനയ്ക്ക് വീഡിയോ കോൾ ചെയ്തു. അജു ഫോൺ സ്ക്രീൻ അച്ചുവിന് നേരെ പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞു, ഷഹാന, ദാ നിനക്കൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ അച്ചു. ഷഹാന ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, ഹായ് അച്ചു, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അന്നൊരു എക്സാം ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നേരിട്ട് കാണാട്ടോ. വീഡിയോ കോളിലൂടെയുള്ള ഷഹാനയുടെ മനോഹരമായ സംസാരവും സ്നേഹവും നിറഞ്ഞ വാക്കുകളും അച്ചുവിൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസമായി. അച്ചുവും സന്തോഷത്തോടെ അവളോട് സംസാരിച്ചു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അജുവും ഷഹാനയും അച്ചുവും തമ്മിൽ വലിയൊരു ആത്മബന്ധവും നല്ലൊരു സൗഹൃദവും ഉടലെടുത്തു. ഇത്രയും വലിയൊരു പാർട്ടിയുടെയും ആൾക്കൂട്ടത്തിൻ്റെയും ഇടയിൽ ബദ്രി വരുത്തി വെച്ച ആ മുറിവുകളെയെല്ലാം മറപ്പിക്കാൻ അജു വളരെ കഷ്ടപ്പെട്ട് അച്ചുവിനെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു. അവളുടെ ഉള്ളിലെ വിഷമത്തിൻ്റെ കനൽ പതുക്കെ മാഞ്ഞു പോകുന്നത് കണ്ട് അജുവിന് വലിയ ആശ്വാസം തോന്നി. അല്പസമയത്തിന് ശേഷം അജു മറ്റുള്ളവരോട് സംസാരിക്കാനായി മാറിയപ്പോൾ അച്ചു ഡൈനിങ് ഏരിയയിലെ ഒരു ടേബിളിൽ തനിച്ചായി. ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് മനസ്സിലാക്കിയ മിയ 2 ഗ്ലാസുകളിൽ വീര്യം കൂടിയ മദ്യവുമായി അച്ചുവിൻ്റെ അരികിലേക്ക് ചെന്നു. മിയ സൗഹൃദം നടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഗ്ലാസുകൾ നീട്ടി. അച്ചു, ഇത് വീര്യം കുറഞ്ഞ വൈനാണ്, ഇത് കുടിച്ചോ. അച്ചു ഗ്ലാസ്സിലേക്ക് നോക്കി ഭയത്തോടെ പറഞ്ഞു. അയ്യോ വേണ്ട മിയ, എനിക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല, എനിക്കിത് ഇഷ്ടവുമില്ല. മിയ നിർബന്ധിച്ച് പറഞ്ഞു. ഇതൊക്കെ എല്ലാവരും കുടിക്കുന്നത് അച്ചു, ഇതിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഏയ് വേണ്ട മിയ, എനിക്ക് വേണ്ടാത്തതുകൊണ്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അച്ചു? ഇന്ന് നിങ്ങളുടെ ഡേ അല്ലേ. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നീ അത് കുറച്ച് കുടിക്കണം. പോരാത്തതിന് ഇനി മുന്നോട്ടും ഇതുപോലുള്ള പാർട്ടികൾ ഉണ്ടാകും. ബദ്രിയുടെ കൂടെ നിനക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്ന് അവിടെ ഉള്ളവർ തരുമ്പോൾ നീ നോ പറയാൻ പാടില്ല. അത് നീ ഇപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് നോക്ക്. മേയുടെ ഉപദേശവും ആ നിർബന്ധവും കേട്ടപ്പോൾ അച്ചുവിന് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ബദ്രിയുടെ പേര് കൂടിയായപ്പോൾ താൻ കാരണം അവനിനി ഒരു നാണക്കേടുണ്ടാകരുതെന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ അച്ചു ആ ഗ്ലാസ് വാങ്ങി. അച്ചു അത് പതുക്കെ കുടിക്കാൻ തുടങ്ങിയതും മിയയുടെ കണ്ണുകളിൽ ക്രൂരമായ സന്തോഷം തിളങ്ങി. അവൾ ആഗ്രഹിച്ച ഏതോ വലിയൊരു ജയം നേടിയെടുത്ത ആത്മവൃതിയിൽ അച്ചു അത് കുടിച്ചു തീർക്കുന്നത് നോക്കി നിന്നു. മിയ കൊടുത്ത ആ സ്ട്രോങ് ആൽക്കഹോൾ വയറ്റിലെത്തിയതും അച്ചുവിന് ആകെ അസ്വസ്ഥത തോന്നി. ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നിയ അവൾ വാശേരിയെ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. പക്ഷെ മുന്നോട്ട് 2 അടി വച്ചപ്പോഴേക്കും തല കറങ്ങി വീഴാൻ തുടങ്ങി. കാൽപാദങ്ങൾ തളർന്നു.
കണ്ണുകൾക്ക് മുന്നിൽ കാഴ്ച മങ്ങി. ഒടുവിൽ നടക്കാൻ കഴിയാതെ അവൾ തറയിലേക്ക് തളർന്നു വീണു. അച്ചു വീണത് കണ്ടതും അതുവരെ അഹങ്കരിച്ചിരുന്ന മിയയുടെ ഉള്ളിൽ ചെറിയൊരു ഭയം പടർന്നു. താൻ കുടിപ്പിച്ചതാണ് ഇതിന് കാരണമെന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്നവൾ ഭയന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി മിയ വേഗത്തിൽ അച്ചുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മിയയുടെ നാടകം തുടർന്നു. അയ്യോ അച്ചു, നിനക്ക് എന്തു പറ്റി? അവൾ അച്ചുവിനെ താങ്ങിപ്പിടിച്ച് തൊട്ടടുത്തുള്ള ഒരു ചെയറിലേക്ക് പിടിച്ചിരുത്തി. ശബ്ദം കേട്ട അജുവും ബദ്രിയും പാർട്ടിക്കെത്തിയ മറ്റു ജീവനക്കാരും ഭയത്തോടെ ഓടിയെത്തി. അജു പരിഭ്രമത്തോടെ പറഞ്ഞു, എന്താ എന്താ അച്ചുവിനെ എന്തു പറ്റി? മിയ വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ അജു, ഞാൻ അവളോട് എത്ര പറഞ്ഞതാ ഇത് കുടിക്കണ്ട എന്ന്. എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാ അവൾ വാശി പിടിച്ച് വാങ്ങിച്ചു കുടിച്ചതാ. പെട്ടെന്ന് തലകറങ്ങി വീണു. അയ്യോ ബദ്രി, ഇത് ആൽക്കഹോളാണ്. ഇത്തിരി സ്ട്രോങ് കൂടിയതാണല്ലോ. അവളോട് ഇത് ആരാ കുടിക്കാൻ പറഞ്ഞത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അച്ചു മദ്യം കഴിച്ച് ബോധം കെട്ടി കിടക്കുന്നത് കണ്ട് ചുറ്റും നിന്ന ചിലരുടെ മുഖത്ത് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. ഹൈ ലെവൽ പാർട്ടിയിൽ വന്ന് നാട്ടിന് പുറത്തുകാരിയായി പെൺകുട്ടി അബദ്ധം കാട്ടിയെന്ന മട്ടിലുള്ള അവരുടെ ചിരിയും മുറുമുറുപ്പുകളും ബദ്രി ശ്രദ്ധിച്ചു. അതോടെ ബദ്രിയുടെ ഉള്ളിൽ അടക്കാനാവാത്ത ദേഷ്യം ഇരച്ചു കയറി. തൻ്റെ അന്തസ്സും അഭിമാനവും വീണ്ടും നശിപ്പിച്ചുവെന്ന ചിന്തയിൽ അവൻ അച്ചുവിനെ ദേഷ്യത്തോടെ നോക്കി. അബോധാവസ്ഥയിലായിരുന്ന അച്ചുവിനെ ഹോട്ടലിൽ അടുത്തുള്ള ഒരു മുറിയിലേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. ഒപ്പം പരിഭ്രമത്തോടെ അജുവും. ഉള്ളിൽ സന്തോഷമാണെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മിയയും ഉണ്ടായിരുന്നു. സമയം ഏറെ കഴിഞ്ഞിട്ടും അച്ചു കണ്ണു തുറക്കാതിരുന്നതോടെ ബദ്രിയുടെ ഉള്ളിൽ കടുത്ത അസ്വസ്ഥത നിറഞ്ഞു. വീട്ടിൽ ചെന്നാൽ അമ്മയോട് എന്തു മറുപടി പറയും എന്ന ആദ്യം ആളുകളുടെ മുന്നിൽ വെച്ചുണ്ടായ അപമാനവും അവനെ ആകെ തളർത്തിയിരുന്നു. അവൻ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടന്നു. അജു ബദ്രിയുടെ അരികിലേക്ക് ചെന്ന് അവൻ്റെ തോളിൽ പതുക്കെ തട്ടി. ഡാ, നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. അതിത്തിരി വീര്യം കൂടിയതല്ലേ, അതിൻ്റെ ഹാങ് ഓവർ വിടാൻ കുറച്ച് സമയമെടുക്കും. ബദ്രി കടുത്ത അമർഷത്തോടെ പറഞ്ഞു. ഇതാണ് അജു ഞാൻ അന്നേ പറഞ്ഞത്. ഞാനും അവളും തമ്മിൽ ഒരിക്കലും ചേരില്ല. നീ കണ്ടതല്ലേ, അവളുടെ മുന്നിൽ ഞാൻ നാണം കെട്ടില്ലേ? ഇതുപോലെയുള്ള ലോ ക്ലാസ്സുകളുടെ തലയിൽ വെച്ചാൽ ഇതുപോലെ ഇരിക്കും. ബദ്രിയുടെ ആ പുച്ഛം നിറഞ്ഞ വാക്കുകൾ കേട്ട് അജുവിന് വലിയ വിഷമം തോന്നി. അവൻ ശാന്തനായി പറഞ്ഞു, നീ കാര്യം അറിയാതെ വെറുതെ ദേഷ്യപ്പെടേണ്ട ബദ്രി. അവളൊന്ന് ഉണരട്ടെ, എന്താ ഉണ്ടായതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മിയ അവരുടെ അടുത്തേക്ക് വന്നു. അച്ചു ഉണർന്നാൽ സത്യം അറിയുമോ എന്ന ഭയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അവൾ അത് പുറത്ത് കാണിക്കാതെ കാര്യങ്ങൾ തിരിച്ചുവിടാൻ ശ്രമിച്ചു. ഒന്നും സംഭവിക്കാത്ത മട്ടിലുള്ള മിയയുടെ അഭിനയം തുടർന്നു. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്ത് കിട്ടാൻ അജു? അവൾ ഉണർന്നു വരുമ്പോൾ വീണ്ടും ഇതേക്കുറിച്ച് ചോദിച്ചാൽ അവൾക്ക് കൂടുതൽ വിഷമമാകേ ഉള്ളൂ. അതുകൊണ്ട് ബദ്രി, ഈ കാര്യം വിട്ടേക്ക്. ഇനി ഇത് സംസാരിക്കണ്ട. സമയം രാത്രി ഏറെ വൈകിട്ടും അച്ചു കണ്ണു തുറക്കാത്തതോടെ ബദ്രിക്ക് വീണ്ടും ആശങ്കയായി. ഇപ്പൊ തിരികെ വീട്ടിലെത്തിയാൽ അമ്മ അച്ചുവിൻ്റെ ഈ അവസ്ഥ കണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അത് വേണ്ട, അമ്മക്ക് വിളിച്ച് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറയാം. ബദ്രി വേഗം ഫോൺ എടുത്ത് അമ്മയ്ക്ക് വിളിച്ചു. ഹലോ അമ്മ, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആകും കേട്ടോ. അമ്മ കാത്തിരിക്കേണ്ട, കിടന്നോളൂ. മറുവശത്തു നിന്നും ഭവാനി അമ്മ ആവലാതിയോടെ ചോദിച്ചു. അയ്യോ മോനെ, എന്താ ഇത്ര വൈകിയത്? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല അമ്മ. പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവരോട് സംസാരിച്ചിരുന്നപ്പോൾ വൈകിയതാ. അമ്മ ഓമനേച്ചിയെ തിരികെ വിടണ്ട കേട്ടോ, കൂട്ടിനെ നിർത്തിക്കോ. ഞങ്ങൾ എത്താറാകുമ്പോൾ വിളിക്കാം. ശരി മോനെ, ശ്രദ്ധിച്ചു വരണേ. അമ്മയോട് കാര്യം പറഞ്ഞ് ഫോൺ വെച്ച ശേഷം ബദ്രി ദേഷ്യത്തോടെ കിടക്കയിൽ ബോധമില്ലാതെ കിടക്കുന്ന അച്ചുവിനെ ഒന്നുകൂടി നോക്കി.